രാഹുൽ മാങ്കൂട്ടത്തിലിനെ വൈദ്യപരിശോധനയ്ക്ക് ശേഷം മജിസ്ട്രേറ്റിന്റെ വീട്ടിലെത്തിച്ചിരിക്കുകയാണ്. കോടതി അവധിയായതുകൊണ്ട് മജിസ്ട്രേറ്റിന്റെ വീട്ടിലേക്കാണ് എത്തിച്ചിരിക്കുന്നത് രാഹുൽ മാങ്കൂട്ടത്തിലിനെ. അവിടെ ഇപ്പോൾ നടപടിക്രമങ്ങൾ പൂർത്തിയായി വരികയാണ്. മജിസ്ട്രേറ്റിന്റെ വീട്ടിൽ രാഹുൽ മാങ്കൂട്ടത്തിന്റെ അഭിഭാഷകൻ അവിടെ എത്തിയിട്ടുണ്ട്. ഇപ്പോൾ കാണുന്ന ദൃശ്യങ്ങൾ മജിസ്ട്രേറ്റ് മുൻപിലേക്ക് രാഹുലിനെ എത്തിക്കുന്നതിന് മുൻപ് രാഹുൽ അഭിഭാഷകനുമായി സംസാരിക്കുന്ന ദൃശ്യങ്ങളാണ്. അഭിഭാഷകനുമായി സംസാരിച്ചതിന് ശേഷമാണ് രാഹുൽ മാങ്കൂട്ടത്തിലിനെ ഇപ്പോൾ മജിസ്ട്രേറ്റിന് മുൻപിൽ എത്തിച്ചിരിക്കുന്നത്. വിവരങ്ങളുമായി ഷിജോ കുര്യൻ ചേരുന്നുണ്ട്. ഷിജോ, ഇപ്പോൾ നടപടിക്രമങ്ങൾ തുടങ്ങിയോ മജിസ്ട്രേറ്റിന് മുൻപിൽ? ഡോക്ടർ ഉന്മേഷ്, മജിസ്ട്രേറ്റ് മുമ്പാകെ മറ്റ് നടപടിക്രമങ്ങൾ തുടങ്ങിയെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഇനി എന്തായാലും അധികം നേരം കാത്തിരിക്കേണ്ടി വരില്ല. എന്താണ് രാഹുൽ മാങ്കൂട്ടത്തിന്റെ അടുത്ത ഭാവി ഇതിനകത്ത് എന്നുള്ളത് നമുക്ക് അറിയാൻ കഴിയും. ഒരുപക്ഷേ റിമാൻഡിലേക്ക് തന്നെ പോകാനുള്ളൊരു സാധ്യതയാണ് നിലവിൽ കാണുന്നത്. അതല്ല എങ്കിൽ പറയുന്ന പോലീസ് കസ്റ്റഡിയിലേക്ക്, SITയുടെ കസ്റ്റഡിയിലേക്ക് തന്നെ വിടാനുള്ള സാധ്യത നമുക്ക് തള്ളിക്കളയാൻ കഴിയില്ല. കാരണം അതിഗുരുതരമായിട്ടുള്ള കാര്യങ്ങൾ FIRൽ പരാമർശിക്കുന്നുണ്ട്. ക്രൈംബ്രാഞ്ച് കസ്റ്റഡിയിൽ എടുത്തത് പിന്നീട് SITക്ക് മുമ്പാകെ എഴുതിയ FIRൽ അതിഗുരുതരമായിട്ടുള്ള കാര്യങ്ങൾ തന്നെ, പ്രകൃതി വിരുദ്ധ പീഡനമടക്കമുള്ള കാര്യങ്ങൾ കൃത്യമായി പരാമർശിച്ചുകൊണ്ട് തന്നെയാണ് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ മൂന്നാമത് ഉയർന്നു വന്ന പരാതിയിൽ പോലീസ് SIT FIR രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. അപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിലിന് ഈ പറയുന്ന രീതിയിലേക്ക് കസ്റ്റഡിയിൽ വാങ്ങി വളരെ വിശദമായിട്ട് ചോദ്യം ചെയ്യണം എന്നുള്ള കാര്യങ്ങൾ SITക്ക് മജിസ്ട്രേറ്റ് മുമ്പാകെ ആവശ്യപ്പെടാം. എന്തായാലും അല്പസമയം മുമ്പാണ് രാഹുൽ മാങ്കൂട്ടവുമായിട്ട് അന്വേഷണ സംഘം മജിസ്ട്രേറ്റ് 2 അഞ്ജലി ദേവിക്ക് മുമ്പാകെ എത്തിയിട്ടുള്ളത്. ഇവിടെ എത്തിയതിന് തൊട്ടു പിന്നാലെ രാഹുൽ മാങ്കൂട്ടത്തിൽ തന്റെ അഭിഭാഷകൻ ശാസ്തമംഗലം അജിത്തുമായിട്ട് ആശയവിനിമയം നടത്തിയതിനു ശേഷമാണ് മജിസ്ട്രേറ്റ് മുമ്പാകെ പോയിട്ടുള്ളത്. നേരത്തെ 2 കേസുകളിലും 2 ഉയർന്നു വന്ന പരാതികളിലും ഇല്ലാത്ത തരത്തിലുള്ള അതിഗുരുതരമായിട്ടുള്ള കാര്യങ്ങൾ, പക്ഷേ സമാനമായിട്ടുള്ള കുറ്റകൃത്യങ്ങൾ ചെയ്തിട്ടും അന്ന് FIRൽ ഉൾപ്പെടുത്താത്ത തരത്തിലുള്ള പല കാര്യങ്ങളും ഇപ്പോഴത്തെ ഈ മൂന്നാമത്തെ കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് FIR ഇട്ട FIRനകത്തുണ്ട്. അപ്പോൾ ആ കാര്യങ്ങളടക്കം വെച്ചുകൊണ്ട് രാഹുലിനെ വളരെ വിശദമായിട്ട് ചോദ്യം ചെയ്യേണ്ടതായിട്ടുണ്ട്. നമുക്ക് ഈ ദൃശ്യങ്ങളൊക്കെ കാണാവുന്നത് മജിസ്ട്രേറ്റിന്റെ ഔദ്യോഗിക വസതിയാണ്. അവിടെ കൂടുതൽ പോലീസ് ഉദ്യോഗസ്ഥരെ CIമാരുടെയും DYSPമാരുടെയും നേതൃത്വത്തിൽ കൂടുതൽ പോലീസ് ഉദ്യോഗസ്ഥരെ ഈ സ്ഥലത്ത് വിന്യസിച്ചുകൊണ്ട് ഇവിടെ ഒരു സുരക്ഷാ വീഴ്ച ഉണ്ടാകാത്ത തരത്തിൽ, വലിയൊരു പ്രതിഷേധം ഉണ്ടാകാത്ത തരത്തിലുള്ള എല്ലാ ക്രമീകരണങ്ങളും പോലീസ് തീർത്തിരിക്കുകയാണ്. എന്തെങ്കിലും തരത്തിലുള്ള ഒരു പ്രതിഷേധം ഉണ്ടായാൽ അതിനെ കൃത്യമായിട്ട് നേരിടണം. ജില്ലാ ആശുപത്രി നമ്മൾ കണ്ടിരുന്നു, മണിക്കൂറുകൾ നീണ്ടു നിന്നൊരു പ്രതിഷേധം നമ്മൾ കണ്ടിരുന്നു. ഈ വീട്ടിലേക്ക് പുറത്തേക്ക്, അതായത് ഈ മജിസ്ട്രേറ്റിന്റെ വസതിയിലേക്ക് വരുന്ന വഴിക്ക് പൂർണ്ണമായിട്ടും മറ്റ് പുറത്തുനിന്നുള്ള ഒരാളുകളെ പോലും വരാത്ത തരത്തിൽ ഈ അവിടുത്തെ കാര്യങ്ങൾ പോലീസ് സുരക്ഷ കൊണ്ട് തീർത്തിട്ടുണ്ട്. എന്തായാലും രാഹുൽ മാങ്കൂട്ടം മജിസ്ട്രേറ്റിന് മുമ്പാകെയാണ്. മജിസ്ട്രേറ്റിന് മുമ്പാകെ നിന്നുകൊണ്ട് രാഹുലിന്റെ ഈ കേസുമായി ബന്ധപ്പെട്ടുള്ള ഭാവി എന്താണെന്ന് അറിയാൻ ഇനി വളരെ കുറച്ച് സമയങ്ങൾ മാത്രമാണ്. ഒരുപക്ഷേ നമ്മൾ മനസ്സിലാക്കുന്ന പ്രകാരമാണെങ്കിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ റിമാൻഡിലേക്ക് തന്നെ പോകും. അതിനകത്ത് 14 ദിവസത്തെ റിമാൻഡിലേക്ക് പോകുക, അതിനുശേഷം SIT കസ്റ്റഡി അപേക്ഷ കൊടുക്കുക, അതിനുശേഷം കസ്റ്റഡിയിൽ വാങ്ങി വളരെ വിശദമായിട്ട് വീണ്ടും ചോദ്യം ചെയ്യുക. ഇതിനകത്ത് ശാസ്ത്രീയ സാഹചര്യ തെളിവുകളടക്കം ശേഖരിക്കേണ്ടതായിട്ടുണ്ട്. അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് കൂടുതൽ വിവരങ്ങൾ കൂടി ഈ ഒരു ഘട്ടത്തിൽ നമുക്ക് നിലവിൽ FIR പ്രകാരം ലഭിക്കുന്ന കാര്യങ്ങൾ പ്രകാരമാണെങ്കിൽ SITക്ക് കൂടുതൽ കാര്യങ്ങൾ കണ്ടെത്തേണ്ടതായിട്ടുണ്ട്. എന്തായാലും ഇതിനകത്ത് മജിസ്ട്രേറ്റ് മുമ്പാകെ രാഹുൽ മാങ്കൂട്ടത്തിൽ എത്തിയിട്ടുണ്ട്. ഇവിടേക്ക് വരുമ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിൽ SITക്ക് മുമ്പാകെ ചോദ്യങ്ങൾക്കൊന്നും ഒരു തരത്തിലുമുള്ള മറുപടി പറയാതെ എല്ലാം തന്റെ അഭിഭാഷകൻ പറഞ്ഞുകൊള്ളും എന്നുള്ള കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് പൂർണ്ണമായിട്ടും ഒരു നിസ്സഹകരിക്കുന്ന ഒരു സാഹചര്യമാണ് നമ്മൾ അവിടെ വെച്ച് കണ്ടിരുന്നത്. ഒരു തരത്തിലും ഈ പറയുന്ന SIT ചോദ്യങ്ങൾ ചോദിക്കുമ്പോൾ ഏതാണ്ട് രാവിലെ 5 മണിക്കൂർ കൊണ്ടുവന്ന് ചെയ്ത ചോദ്യം ചെയ്യലിൽ 6 മണിക്കൂർ നീണ്ടു നിന്നിട്ടും രാഹുൽ ഒരു തരത്തിലും സഹകരിക്കുന്ന ഒരു സാഹചര്യം അവിടെ കണ്ടിരുന്നില്ല. SITയോട് പൂർണ്ണമായിട്ടും നിസ്സഹകരിക്കുന്ന, ചോദ്യങ്ങളോട് ഒട്ടും മറുപടി പറയാത്ത രീതിയിൽ എല്ലാം തന്റെ അഭിഭാഷകൻ പറഞ്ഞുകൊള്ളും. ഉഭയകക്ഷി സമ്മതപ്രകാരമുള്ള ലൈംഗിക ബന്ധം മാത്രമാണ് ഉണ്ടായിരുന്നെന്ന് പറയുകയും മറ്റ് പരാതിയിൽ പറയുന്ന പോലുള്ള കാര്യങ്ങളൊന്നും സംഭവിച്ചില്ല എന്ന് പറഞ്ഞുകൊണ്ട് എല്ലാ കാര്യങ്ങളും തന്റെ അഭിഭാഷകൻ കോടതിയിൽ പറഞ്ഞുകൊള്ളും എന്നുള്ള മറുപടി മാത്രം പറഞ്ഞുകൊണ്ട് ഒഴിഞ്ഞു മാറുന്ന ഒരു സാഹചര്യമാണ് അവിടെ കണ്ടിരുന്നത്. എന്തായാലും ആ കാര്യങ്ങളെല്ലാം SITക്ക് കൃത്യമായിട്ട് മജിസ്ട്രേറ്റിന് മുമ്പാകെ വിവരിക്കാൻ കഴിയുന്ന, അല്ലെങ്കിൽ മജിസ്ട്രേറ്റിന് മുമ്പാകെ എല്ലാ കാര്യങ്ങളും ഇപ്പോൾ പരാതിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഉയർന്നു വന്നിരിക്കുന്ന കാര്യങ്ങളിൽ അത് സാധൂകരിക്കുന്ന തെളിവുകളടക്കം ഇതിനോടൊപ്പം തന്നെ SIT ശേഖരിച്ചിട്ടുണ്ട്. അപ്പോൾ ആ കാര്യങ്ങൾ മജിസ്ട്രേറ്റിന് മുമ്പാകെ കാണിച്ചുകൊണ്ട് രാഹുലിന് ഒരു തരത്തിലും ജാമ്യം നൽകരുത് എന്നുള്ള കാര്യങ്ങൾ പറയാൻ കഴിയും. എന്തായാലും ഇതിനകത്ത് രാഹുൽ മാങ്കൂട്ടത്തിൽ ഇന്ന് തന്നെ മജിസ്ട്രേറ്റിന് മുമ്പാകെ ജാമ്യാപേക്ഷ നൽകും എന്നുള്ള കാര്യങ്ങൾ കൂടി മജിസ്ട്രേറ്റ് രാഹുൽ മാങ്കൂട്ടത്തിന്റെ അഭിഭാഷകൻ ശാസ്തമംഗലം അജിത്ത് പറഞ്ഞിരുന്നു. അങ്ങനെ എന്തായാലും രാഹുൽ ഇന്ന് തന്നെ ജാമ്യാപേക്ഷ കൊടുക്കുമ്പോഴും ജാമ്യം കൊടുക്കരുത് എന്ന് പറഞ്ഞ് SITക്ക് കൃത്യമായിട്ട് കാര്യങ്ങൾ അവതരിപ്പിക്കാൻ കഴിയുന്ന തരത്തിലുള്ള കണ്ടെത്തലുകൾ ഇതിനോടകം തന്നെയുണ്ട്. അതിനകത്ത് നിലവിൽ എന്തായാലും നമുക്ക് കൂടുതൽ ശാസ്ത്രീയമായിട്ടുള്ള പരിശോധനകൾ, ഫോൺ അടക്കമുള്ള കാര്യങ്ങൾ കൂടുതൽ ശാസ്ത്രീയമായ പരിശോധനകൾക്ക് വിധേയമാക്കണം. അങ്ങനെ അത് വിധേയമാക്കുന്നതിന് മുമ്പ് തന്നെ ശേഖരിക്കാൻ കഴിയുന്ന എല്ലാ തെളിവുകളും. ഷിജോ, ഇപ്പോൾ അവിടെ നിന്ന് ഇറക്കാൻ പോവുകയാണോ? എന്താണ് തീരുമാനം വന്നോ ഷിജോ? ഇതുവരെ ഇറക്കിയിട്ടില്ല. പക്ഷേ പോലീസ് ഈ സ്ഥലത്ത് കൂടുതൽ സുരക്ഷ ഒരുക്കുകയാണ്. ഇനിയിപ്പോൾ രാഹുലിനെ റിമാൻഡിലേക്ക് തന്നെ പോകാനുള്ള സാധ്യത നിലവിൽ കാണുന്നത്. എന്തായാലും രാഹുലുമായിട്ട് പുറത്തേക്ക് വരുമ്പോൾ ഏതെങ്കിലും തരത്തിൽ എന്തെങ്കിലും പ്രതിഷേധം ഉണ്ടായാൽ അതിനെ നേരിടാൻ വേണ്ടിയിട്ട് കൂടിയാണ് കൂടുതൽ പോലീസ് ഉദ്യോഗസ്ഥർ ഇപ്പോൾ ഈ മജിസ്ട്രേറ്റിന്റെ വസതിയിലേക്ക് വന്നിട്ടുള്ളത്. ഇവിടേക്ക് വരുമ്പോൾ നമുക്ക് രാഹുലിന്റെ അടക്കം പ്രതികരണത്തിന് തേടേണ്ടതായിട്ടുണ്ട്. പക്ഷേ രാഹുലിനെ കനത്ത സുരക്ഷയിലായിരിക്കും പോലീസ് ഇവിടുന്ന് പുറത്തേക്ക് കൊണ്ടുവരിക. എന്തായാലും കൂടുതൽ പോലീസ് ഉദ്യോഗസ്ഥർ മജിസ്ട്രേറ്റിന്റെ വസതിയിലെത്തി വലിയ തരത്തിലുള്ള സുരക്ഷാ സംവിധാനങ്ങൾ തീർത്തിട്ടുണ്ട്. കൂടുതൽ പോലീസ് ഉദ്യോഗസ്ഥർ വിവിധ പോലീസ് സ്റ്റേഷനുകളിൽ നിന്ന് CIമാരുടെയും DYSP
ഡിവൈഎസ്പിമാരുടെയും നേതൃത്വത്തിലുള്ള പോലീസ് സംഘമാണ് മജിസ്ട്രേറ്റിന്റെ വസതിയിലേക്ക് എത്തിയിട്ടുള്ളത്. നേരത്തെ AR ക്യാമ്പ് മുതൽ ജില്ലാ ആശുപത്രി വരെ കണ്ടിരുന്നു നമ്മൾ പോലീസിന്റെ ഒരു വിന്യാസം. രാവിലെ മുതൽ തന്നെ പലതരത്തിലുള്ള ഒരു പ്രതിഷേധ സാഹചര്യങ്ങൾ പോലീസ് വിലയിരുത്തിയിരുന്നു. ഇപ്പോൾ എന്തായാലും കൂടുതൽ പോലീസ് ഉദ്യോഗസ്ഥർ കൂടി ഇവിടേക്ക് വരികയാണ്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.